നമസ്കാരം. കേരളത്തിലെ തോൽവി വൻ തിരിച്ചടിയായതോടെ ബി ജെ പിയിലെ സംഘടനാ വീഴ്ച വീണ്ടും ചർച്ചയായി. കെ സുരേന്ദ്രന്റെ മാത്രം വീഴ്ചയാണ് ബി ജെ പിയുടെ തോൽവി എന്ന മട്ടിൽ നേതാക്കളെല്ലാം കുറ്റപ്പെടുത്തി തുടങ്ങി. മതം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങളൊന്നും വിലപ്പോകാതെ വന്നതോടെ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ആകെ അടിപതറി. തൃശൂർ പൂരവും ആനകളുടെ കാര്യവും ഒക്കെ പറഞ്ഞ് ഏറെ വായിട്ടലച്ചിട്ടും ജനങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, മുതിർന്ന നേതാക്കൾ ബി ജെ പിയിലെ പുതിയ രീതികളെ കുറ്റപ്പെടുത്തി തുടങ്ങുകയും ചെയ്തു. ഈഗോ അവസാനിപ്പിച്ച് പണിയെടുക്കണമെന്നും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകണമെന്നും സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളോട് മുതിർന്ന നേതൃത്വം പരസ്യമായി തന്നെ പറഞ്ഞു. നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ പാർട്ടി വളരുകയുള്ളൂ എന്ന് ബി ജെ പി മുതിർന്ന നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ സി കെ പത്മനാഭൻ കൂടി പരസ്യമായി ശാസിച്ചതോടെ ബി ജെ പിക്ക് വൻ ക്ഷീണമായി. ഇത്രയും വലിയ തോൽവി പ്രതീക്ഷിച്ചില്ല. സംഘടനാ തലത്തിൽ പുനഃസംഘടന വൈകാതെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായ നേതൃമാറ്റം ഉണ്ടാകുമെന്നും പത്മനാഭൻ അടിവരയിടുന്നുണ്ട്. നേതാക്കൾ ആത്മപരിശോധന നടത്തി തിരുത്തണോ എന്ന് സ്വയം ചോദിക്കണം എന്നൊക്കെയാണ് പത്മനാഭൻ പറയുന്നത്. എൽ ഡി എഫിനെ ഒറ്റക്കെട്ടായി തോൽപ്പിച്ചു കളയാമെന്നുള്ള ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിന്റെ നെറുകയിൽ ആണിയടിച്ചതുപോലെയായി ഇത്തവണത്തെ തോൽവി. ഇടതുപക്ഷത്തിനെതിരെ പടയൊരുക്കം നടത്തുന്ന ബി ജെ പിക്ക് പക്ഷേ ഉന്നത നേതാക്കളെ ഒറ്റക്കെട്ടാക്കാൻ പറ്റുന്നില്ല. പാർട്ടിയുടെ മേൽക്കൂര ശക്തിപ്പെടുത്തണം എന്നാണ് മുതിർന്ന നേതാവ് എൻ ശിവരാജൻ പറഞ്ഞത്. കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവും നീക്കങ്ങൾ ശക്തമാക്കി. സംസ്ഥാന അധ്യക്ഷൻ പ്രചാരണത്തിന് നേരിട്ട് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർന്നത് ചർച്ചാ വിഷയമാക്കാനാണ് സുരേന്ദ്രനെ എതിർക്കുന്നവരുടെ പ്രധാന നീക്കം. തോൽവിയെക്കുറിച്ചോ പ്രചാരണത്തിലെ വീഴ്ചയെക്കുറിച്ചോ സംസാരിക്കാൻ ശോഭാ സുരേന്ദ്രൻ പോലും തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ടിനപ്പുറം പാലക്കാട് സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന ചിന്ത പോലും കെ സുരേന്ദ്രൻ ഇല്ലായിരുന്നു എന്നൊക്കെ പാർട്ടിയിൽ നിന്ന് തന്നെ ആക്ഷേപം ഉയരുകയും ചെയ്തു. വ്യക്തി താല്പര്യത്തിന് വേണ്ടി പാർട്ടി പ്രവർത്തനത്തെ പണയം വെച്ച ബി ജെ പി നേതൃത്വം പണം തട്ടുന്ന സംഘമായി സ്വന്തം പാർട്ടിയെ തന്നെ കുറ്റപ്പെടുത്തിയതും വൻ ചർച്ചയായി. ബി ജെ പിക്കുള്ളിലെ വാക്കേറ്റവും കുറ്റം പറച്ചിലും നേതാക്കളുടെ കൊഴിച്ചിലുമൊക്കെ വോട്ടർമാർ അറിയുന്നുണ്ട് എന്ന സാമാന്യ ബോധം പാർട്ടിക്ക് തന്നെ ഇല്ലാതായി. വോട്ട് പിടിക്കാൻ പ്രചാരണം നടത്തുന്നതിന് പകരം എൽ ഡി എഫിനെ കുറ്റം പറയുന്ന പഴഞ്ചൻ രീതി ഇത്തവണയും വിലപ്പോയില്ല. നേതാക്കൾക്കിടയിലെ ഭിന്നത കോൺഗ്രസിലെ പോലെ തന്നെ ബി ജെ പിയെ തിരിച്ചടിച്ചു. ഇതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് ഇടതുപക്ഷത്തിന് വീഴുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസിന് വോട്ട് മറച്ചു കൊടുത്തു എന്നുള്ള ബി ജെ പിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇടതുപക്ഷത്തെ ജനങ്ങൾ എന്നും ചേർത്ത് നിർത്തുന്നതിന് ഇനിയും കാരണമാകും.